നമസ്കാരം. എല്ലാവർക്കും ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനുള്ള ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ, ആൾക്കാരെ അല്ലെങ്കിൽ വൈബ്രേഷനെ, എനർജീനെ ലെറ്റ് ഗോ ചെയ്യാൻ പാടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ 11 ഡേയ്സോ 21 ഡേയ്സോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മെഡിറ്റേഷൻ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നാളെ 99 പോർട്ടൽ തൊട്ടുള്ള എനർജീസാണ്. നാളെ ഫുൾ മൂണും അത് കഴിഞ്ഞിട്ടുള്ള 99 പോർട്ടൽസിൻ്റെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എഫക്റ്റ് ലെറ്റ് ഗോ ചെയ്യാത്ത പല കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. എന്നാൽ പെർട്ടിക്കുലർലി ഈ ഒരു സമയം അടുത്ത 21 ഡേയ്സ് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും പാസ്റ്റ് ലൈഫുകൾ തൊട്ട് കൊണ്ടുവന്നിരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. ഈ ഒരു മെഡിറ്റേഷൻ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. അതായത് രാവിലെ ചെയ്യണോ, രാത്രി ചെയ്യണോ, ഉച്ചയ്ക്ക് ചെയ്യണോ, അങ്ങനെ ഒരു സമയവും ഒന്നും ഫിക്സ്ഡ് അല്ല ഈ ഒരു മെഡിറ്റേഷന്. എപ്പോൾ ഇന്നർ കോളിംഗ് വരുന്ന ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. ഓൺലി തിങ് ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട്, അതായത് മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കണം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നുകൊണ്ടും, പില്ലോ ഉപയോഗിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നുകൊണ്ടും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങാൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു കൊണ്ട് ഡിവൈൻ എനർജീസിനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു ഇൻറ്റൻഷന് അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ബ്ലോക്കേജസിനെ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡീപ് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. തേർഡ് ഐ ചക്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഡീപ് ബ്രീത്തിങ് എടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു മൊമെൻറ്റിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ഉണ്ടെങ്കിൽ അതിനെ എക്സേൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെയും ഡീപ് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. ആ ഒരു ബ്രെത്തിനെ 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4. പതിയെ വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഹാർട്ട് ചക്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നെയും ഡീപ് ബ്രീത്തിങ് ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശങ്ങളിലൂടെ ആ ഒരു വായുവിൻ്റെ അംശം സഞ്ചരിക്കുന്നത് ഫീലാവുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ നിങ്ങളൊരു വലിയ മരത്തെ പോലെയാണ് നിങ്ങൾക്ക് ഫീലാവുന്നത്. അത് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വയം ഒരു മരമായിട്ട് ഫീലാകുക. അതല്ല ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ മരമായിട്ട് ഫീലാവുക. അതായത് നിങ്ങളുടെ റൂട്ട് ചക്രയിൽ നിന്നും ഓൾറെഡി
ഒത്തിരി വേരുകൾ എർത്തിലേക്ക്, മദർ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് കണക്ട് ചെയ്തപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു വേരുകളെ നിങ്ങൾ ഫീൽ ആവുകയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് ആ ഒരു മരത്തിൻ്റെ സ്റ്റെമ്മായിട്ടും എത്രയോ പഴക്കമുള്ള ഒരു മരം. നിങ്ങളുടെ ബോഡിയുടെ മുകളിലേക്ക് പല ചെറിയ ചെറിയ ബ്രാഞ്ചസ് കിളിർത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. അതിലൂടെ പല ഇലകൾ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് വളരെ വലിയൊരു മരമായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾ ഫീൽ ആവുകയാണ്, വിഷ്വലൈസ് ചെയ്യുകയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിനെടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ ശാഖകളെ, അതായത് നിങ്ങളാവുന്ന മരത്തിൻ്റെ ശാഖകളെ നിങ്ങളുടെ ഉൾക്കണ്ണ് കൊണ്ട് കാണുകയാണ്. വളരെ പടർന്ന് പന്തലിച്ച ഒരു മരം, ഒത്തിരി ഇലകളും ഒത്തിരി ശാഖകളുമുള്ള ഒരു മരം. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഇത്രയും പഴകിയ ഒരു മരത്തിൻ്റെ വേരുകൾ എത്രത്തോളം വലുതായിരിക്കണം അത്രത്തോളം വലിയ വേരുകൾ നിങ്ങളുടെ റൂട്ട് ചക്രയിൽ നിന്നും ഓൾറെഡി നിങ്ങളുടെ ആ ഒരു വേരുകളിലൂടെ ഭൂമി ദേവിയുടെ കോറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഫീൽ ആവുകയാണ്. അതായത് മണ്ണിൻ്റെ പുറത്ത് എത്രത്തോളം വലിയ മരമാണോ അത്രത്തോളം വലിയ വേരുകൾ ഭൂമിയിലേക്ക് അടിയുറച്ചു നിൽക്കുന്നു. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ആ ഒരു വേരുകളിലെ ഫീലാകുമ്പോൾ പല മണ്ണുകളുടെ സ്പർശം, അതായത് മുകളിലുള്ള മണ്ണിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ഫീലാവുന്നു. കുറച്ചു താഴേക്ക് ആ മണ്ണിൻ്റെ താഴത്തെ ലെയറിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീലാവാൻ പറ്റുന്നുണ്ട്. അതിനും താഴെയുള്ള പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെ വേരുകൾ ഓൾറെഡി ആഴ്ന്നിറങ്ങിയ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഈ വേരുകൾ നിങ്ങളെ ഭൂമിയുടെ കോറിലേക്ക്, ക്രിസ്റ്റൽസ് ഓൾറെഡി ഉള്ള ആ ഒരു കോറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ മരത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ശാഖകളിലുള്ള ഒത്തിരി ഇലകളിലേക്ക് തിരിഞ്ഞു. ഡീപ്പ് ബ്രീത്തിങ്. ആ ഒരു ഇലകൾ ഈ വൃക്ഷത്തിന്, അല്ലെങ്കിൽ ഇത്രയും പഴകിയ ആ ഒരു മരത്തിന്, നിങ്ങളാകുന്ന മരത്തിന് പല ഇലകളും ഒരു ബേർഡൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുത്തുകൊണ്ട് ആ ഓരോ ഇലകളിലേക്കും ആ ഓരോ ചെറിയ ശാഖകളിലേക്കും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഓരോ ഇലകളെന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് പാഠങ്ങൾ തന്ന പല ആൾക്കാരുടെ പേരുകളിലുള്ള ഇലകളാണ്. അതായത് അവരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന ഇലകൾ, ആ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്കിനിയും ഒരു പേടി കൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യാത്ത നിങ്ങളുടെ ലോവർ സെൽഫായിരിക്കാം. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പേടികൊണ്ട് ഫേസ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാത്ത അത്രയും ഇലകളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാത്ത, പെയിൻ തന്ന അല്ലെങ്കിൽ ലെസൺസ് തന്ന നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ ഫിസിക്കലി
അവൈലബിളുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ഇലകളെയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞിട്ടും അവർക്കൊരു ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റാണ്ട് ലെറ്റ് ഗോ ചെയ്യാത്ത പല ആൾക്കാരുടെ പേരുകളും നിങ്ങളാകുന്ന മരത്തിൽ അവിടെയും ഇവിടെയും അത്രയും പഴകിയ ഇല ആയിട്ടും അത് കൊഴിഞ്ഞു പോകാൻ പറ്റാതെ, കാരണം നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡ് അതിനെ കൊഴിഞ്ഞു പോകാൻ സമ്മതിക്കാതെ നിങ്ങളിൽ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് അതൊരു ബേർഡനാണെന്ന്, അത്രയും ബേർഡൻ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലായിക്കോട്ടെ പാസ്റ്റ് ലൈഫുകളിൽ പലപ്പോഴും ഗോ ത്രൂ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും, ആ ഓരോ സാഹചര്യങ്ങളുടെയും കാര്യങ്ങൾ കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി നിങ്ങളിലുള്ളത് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാതെയുള്ള കുറേ ഇലകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുത്തു പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അൺനോൺ ആയിട്ടുള്ള റീസൺസ് ഉള്ള ലെറ്റ് ഗോ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇലകളുടെ രൂപത്തിൽ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നു, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, നിങ്ങൾ റിയലൈസ് ചെയ്യും. പിന്നെയും ഹാർട്ട് ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പതിയെ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സേക്രൽ ചക്രയിൽ ചെറിയൊരു പെയിൻ വരുന്നുണ്ട്. അതൊരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊക്കെയും ലെറ്റ് ഗോ ചെയ്യാൻ കൂട്ടാക്കാണ്ട് പിന്നെയും ഇതിനെ എങ്ങനെ 3D ലൈഫിൽ ആഡ് ഓൺ ചെയ്ത് നിർത്താമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇനിയൊരു റിയലൈസേഷൻ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരികയാണ്. ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള, അതായത് ആ മരത്തിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി, ആ ഒരു എനർജീനെ കൊഴിഞ്ഞു പോകാൻ ഇഷ്ടപ്പെട്ടിട്ടും വിട്ട് കളയാണ്ട് നിങ്ങൾ പിടിച്ചു വെക്കുന്ന ഇലകളിലേക്ക് ആ ഒരു എനർജീനെ ഡൈല്യൂട്ടാകി പോകുന്നത്. അതായത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി മറ്റ് പല ലോവർ വൈബ്രേഷൻ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പിന്നെയും ഹാർട്ട് ചക്രയിലൂടെ ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് ഇവിടെ ഓരോ കാര്യങ്ങൾക്കും അൺകണ്ടീഷണൽ ലവ് കൊടുക്കണമെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ വരികയാണ് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്ത്. അങ്ങനെ അൺകണ്ടീഷണൽ ലവ് കൊടുത്തുകൊണ്ട് ഓരോ ഇലകളോടും താങ്ക് യു പറഞ്ഞുകൊണ്ട്, അതൊരു പേരാവാം, സാഹചര്യമാവാം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത നിങ്ങളുടെ ബ്ലോക്കേജസ് ആവാം, ആൾക്കാരാവാം, അതിനെയൊക്കെയും നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുകയാണ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കാറ്റ് വളരെ വേഗതയോടെ വരികയും ഇവിടെ അതേ സറണ്ടേർഡ് വേയിൽ ആ ഒരു മരം നിൽക്കുമ്പോൾ അതിൽ അതുവരെ കൊഴിഞ്ഞു പോകാനായിട്ട് നിന്നിരുന്ന ഒരു ഇലകൾക്ക് നിങ്ങൾ അനുവാദം കൊടുത്തത് കൊണ്ട് തന്നെ, അതായത് സറണ്ടറിങ്ങിലൂടെ അനുവാദം കൊടുത്തത് കൊണ്ട് തന്നെ ആ ഇലകളൊക്കെയും താഴെ വീഴുന്ന കൊഴിഞ്ഞു പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പിന്നെ ആ ഒരു കാറ്റിൻ്റെ വേഗത നിങ്ങൾ ഫീലാവുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങളിലുള്ള ഈ ഒരു മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു മരത്തിൻ്റെ മുമ്പോട്ടുള്ള ജേർണിയിൽ ആവശ്യമില്ലാത്ത എല്ലാ എനർജീസിനെയും അവരുടെ ഹയസ്റ്റ് ഗുഡിനായിട്ട് ലെറ്റ് ഗോ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ആ ഇലകളൊക്കെ വളരെ ഹാപ്പിയോടെ കൊഴിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് ഫീലാവാം.
ഒരു പക്ഷേ ഇവിടെ ഇനിയും സമയം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയും കുറച്ച് സമയമോടെ അത് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മൊമെൻറ്റിൽ പിന്നെയും ഹാർട്ട് ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. ഏതെങ്കിലും സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ അവിടെ റിലീസ് ചെയ്തുകൊണ്ട് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഈ കൊഴിഞ്ഞു പോയ, അതായത് ഇലകൾ കൊഴിഞ്ഞു പോയ ആ ഓരോ പ്ലേസിലും നിങ്ങൾക്കൊരു വോയിഡായിട്ടുള്ള, അതായത് അവിടെയൊക്കെ ഒരു ശൂന്യത ഫീൽ ആവുന്നുണ്ടായിരിക്കാം. ഒരു പെയിനിൻ്റെ രൂപത്തിൽ അത് നിങ്ങളുടെ ഓറയിലാണ് ശരിക്കും പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നീറ്റിൽ ഒരു ക്രാക്ക് വന്ന പോലൊക്കെ. ഇവിടെ ആ ഡിവൈൻ ടീം, നമ്മൾ ഇവോക്ക് ചെയ്ത ഡിവൈൻ ടീമിലുള്ള ഏതെങ്കിലും ഏഞ്ചൽസിനെ, ദേവതകളെയൊക്കെയും ആ ഒരു ക്രാക്സ്, ആ ഒരു ശൂന്യത ഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നത്, നിങ്ങളുടെ ഓറയിലേക്ക് പ്രവഹിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ശൂന്യമായി നിന്ന, അതായത് ഇലകൾ കൊഴിഞ്ഞു പോയ പല അടുത്തും ചെറിയ കിളുന്നിലകൾ വളരെ പോസിറ്റിവിറ്റി തന്നുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ യൂണിവേഴ്സ് പിന്നെയും മരങ്ങളിലൂടെ നമുക്കൊരു പാഠം പഠിപ്പിച്ച് തന്നിരിക്കുന്നത്, പഴയ കാര്യങ്ങളെ നമ്മൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ അവിടെ പുതിയ എനർജീസിന് വരാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇത്രയും വലിയൊരു ഗ്രേറ്റ് റിയലൈസേഷനിലേക്ക്, ലൈഫ് ടൈംസ് തൊട്ട് നമ്മൾ വരാത്ത ആ ഒരു റിയലൈസേഷനിലേക്ക് വന്നുകൊണ്ട് ആ ഒരു എനർജീനെ നിങ്ങളുടെ എനർജറ്റിക് ബോഡിയിൽ ഫീൽ ആയിക്കൊണ്ട് പതിയെ 2 കൈയും കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ആ ഒരു ഹീലിംഗ് എനർജീനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ, അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെയും ആ ഒരു ഹീലിംഗ് എനർജീനെ കൊടുത്തുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഡിവൈൻ എനർജീസിനോട് താങ്ക് യു പറയുക, ഇത്രയും ഹീലിംഗ് തന്നതിന്, ഇത്രയും കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയതിന്. ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സർഫേസിൽ വരുന്നുണ്ടോ, ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് പിന്നെയും നിങ്ങൾക്ക് സെയിം മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുക, ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് വേണമെങ്കിൽ 2-3 പ്രാവശ്യം എടുത്തിട്ട് പതിയെ ആ ഒരു പോസിറ്റീവ് എനർജിയിലിരുന്നുകൊണ്ട്, അവയർനെസ്സിലിരുന്നുകൊണ്ട് ഈ മെഡിറ്റേഷനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.